ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല, ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളൊരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് കയ്യിൽ കരുതണം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പം ഞങ്ങളൊരു മണാലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ 1 വയസ്സുള്ള മോൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ കയ്യിൽ കരുതിയിട്ടുള്ളത് അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അവളുടെ മരുന്നുകളാണ്. അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും മസ്റ്റായിട്ടും കൈ പിടിക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ അവളുടെ മരുന്നുകളെല്ലാം കൂടിയിട്ട് ഒരു പൗച്ചിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തെർമോമീറ്റർ ഉണ്ട്, സാധാരണ പനിക്ക് കൊടുക്കുന്നത്, ജലദോഷത്തിന് കൊടുക്കുന്നത്, അങ്ങനെ അത്യാവശ്യത്തിനുള്ള എല്ലാ മരുന്നുകളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡെയിലി കൊടുക്കുന്ന വിറ്റാമിൻ D3 അടക്കം അതിലുണ്ട് കേട്ടോ. നെക്സ്റ്റ് കുറച്ച് ഡ്രസ്സുകളാണ്. അപ്പോൾ മണാലി എന്ന് പറയുമ്പോൾ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് സ്വെറ്റ് ടീഷർട്ടും അതേപോലെ തന്നെ ജംപ് സ്യൂട്ട്സ് അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. റോംബർ. ഇപ്പം ഞാനിവിടെ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് കുറച്ച് സ്വെറ്റ് ടീഷർട്ടുകളാണ്. ഇതൊരു ഓവർകോട്ടാണ്, കുറച്ച് തണുപ്പത്തൊക്കെ ഇടാൻ പറ്റിയത്. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് പാൻറ്റും ടീഷർട്ടും കൂടിയിട്ടുള്ളതാണ്. ഇത് H&M എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അത് നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ നമുക്കൊരു റോംബർ ഉണ്ട്. റോംബർ ഞാനൊരു ഇവിടെ ഇപ്പോൾ ഒരെണ്ണമാണ് കാണിക്കുന്നതെങ്കിലും ഒരു 6 പീസോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ടൈപ്പാണ്. H&M എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ വേറൊരെണ്ണമാണ്. റോംബർ പോലെ തന്നെയാണ്. ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ക്യാപ്പൊക്കെ ഉണ്ട്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് ഈ സാധനം. തണുപ്പത്തൊക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. നല്ല കട്ടിയുണ്ട്, നല്ല സുഖമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇത് ഫസ്റ്റ് ക്രൈന് വാങ്ങിച്ചതാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓവർകോട്ട് പോലെയൊക്കെ 2 സൈഡിലും സിബൊക്കെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് പക്ഷേ കൈയും കാലൊന്നും കവർ ചെയ്യില്ല. ഒരു ക്യാപ്പും ഉണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണ് ഇത്. പിന്നെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടവല് പോലെ, ഒരു ടർക്കി പോലെ കുറച്ച് ലെങ്ത് ഉള്ളതാണ്. ഇത് നമ്മൾ ഊട്ടി പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് മെയിനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു പെയറും കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. റോംബർ ഞാനൊരു 6 പീസാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം കുട്ടികളെ എപ്പോഴും അഴുക്കാക്കാനും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ ഡ്രസ്സ് എന്തായാലും കൈ പിടിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഡ്രസ്സുകളെന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ 4 ദിവസത്തേക്കുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ 4 ദിവസത്തേക്കുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു 4 ജോഡി എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് കുറച്ച് മിറ്റൻസ് ആണ്. കയ്യുമ്മ ഇട്ട് കൊടുക്കാൻ. അവളങ്ങനെ കയ്യുമ്മ ഇടുന്ന ഒരാളല്ല, ഇട്ട് കഴിഞ്ഞാൽ ഊരി കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് നോക്കി വാങ്ങിയിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ടൈ ചെയ്തിട്ട് കൊടുത്താൽ അവൾക്ക് പെട്ടെന്ന് ഊരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ അത് അധികം പെയർ എടുത്ത് വെച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ അവൾക്ക് ഇടാൻ തീരെ ഇഷ്ടമില്ലാത്ത ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 പെയർ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടുള്ളത് ക്യാപ്പുകളാണ്. അപ്പോൾ നമുക്ക് തലയും ചെവിയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്പുകളാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മങ്കി ക്യാപ്പും പിന്നെ വേറൊരു ക്യാപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പ് ഞാൻ മങ്കി ക്യാപ്പ് തന്നെ ഒരു 2 ടൈപ്പും മറ്റതൊരു 2 ടൈപ്പും പിന്നെ ഇതൊരു കെട്ടുന്ന ടൈപ്പാണ്. മറ്റേ മിറ്റൻസിൻ്റെ തന്നെ കൂടെയുള്ള ഒരു ഐറ്റമാണ്. ഇതും നമുക്കിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു 4 ക്യാപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 4 അല്ല 6 ക്യാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ ടൈപ്പാണ് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം സോക്സ് എന്തായാലും വേണം. തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് കാലൊക്കെ ഫുള്ളായിട്ട് നമ്മൾ റോംബർ ഇടുന്നുണ്ടെങ്കിൽ കൂടി റോംബറിൻ്റെ ഉള്ളിൽ സോക്സും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അവളെന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അവളുടെ ടവൽസ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അഥവാ കോൾഡൊക്കെ വരികയാണെങ്കിൽ അവരുടെ മൂക്ക് തുടക്കുകയാണെങ്കിൽ കൂടി അവർക്ക് ഒരു ഇറിറ്റേഷനും ഇല്ലാത്ത നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയാണ് അവളുടെ ഡ്രസ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി ബാത്തിങ് എസെൻഷ്യൽസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് അവളുടെ തോർത്താണ്. അത് അവളുടെ മാത്രം അവൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന തോർത്താണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ അവളുടെ ബോഡി ലോഷൻ എന്തായാലും കൈ പിടിക്കണം, ഡ്രൈ ആവും സ്കിന്ന്. പിന്നെ കുളിപ്പിക്കാനുള്ള ലോഷനാണ് ബാത്തിങ് ലോഷൻ. അതേപോലെ തന്നെ ഒരു വൈപ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ പാമ്പേഴ്സ് ഞാനൊരു 20 എണ്ണത്തിൻ്റെ ഒരു കിറ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 4 ദിവസമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 20 എണ്ണത്തിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനി അവളുടെ ഫുഡ് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ആയിട്ട് നമ്മൾ ബിബാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ബിബ് ഞാനൊരു 4 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 3 ക്ലോത്ത് ടൈപ്പാണ്, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരെണ്ണം എന്ന് വെച്ചത് മറ്റേ മൈക്രോ ഫൈബർ വെച്ചിട്ടുള്ള ഒരു ബിബാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിലുള്ള ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ക്ലീനായി കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു 4 ബിബ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവൾക്ക് കൊടുക്കാനുള്ള ഓട്സ് പൗഡറാണ്. ഓട്സും പനങ്കൽക്കണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് ഓട്സ് പൗഡർ എന്ന് പറയുന്നത്. കുറച്ച് ചൂടുവെള്ളം മാത്രം മതി. പിന്നെ ഇത് അവളുടെ ഫേവറേറ്റ് കുക്കീസാണ്. ഇത് അവൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ പനങ്കൽക്കണ്ടും ബട്ടറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ്. വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുക്കീസാണ്. അപ്പോൾ അതും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 20-25 എണ്ണത്തോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ കുക്കീസ് തന്നെ ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയ പാത്രത്തിലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേത് മെയിൻ ബാഗിലും ഇത് അവളുടെ ക്യാരി ബാഗിലും വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊരു സ്ക്യൂസറാണ്. ഇത് നമുക്ക് അമ്മമാർക്കൊക്കെ അറിയുന്നുണ്ടാവും. കുട്ടികൾക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം കിട്ടും. പിന്നെ ഒരു ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അവളുടെ കുപ്പിയാണ്, അവൾക്ക് വെള്ളം കൊടുക്കുന്ന അവളുടെ കുപ്പിയാണ്. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേവിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം, അവിടെ കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഞാനവിടെ പൊട്ടറ്റോയും ക്യാരറ്റുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 2 പാത്രം, കാലി പാത്രമാണ് എന്തെങ്കിലും ആവശ്യത്തിന് ഫുഡൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പനങ്കൽക്കണ്ട. ഇത്രയാണ് ഫുഡായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് പൊടിയേരിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് അടുത്തത് കളിപ്പാട്ടങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ബോറടിക്കും. പെട്ടെന്ന് അവർ യൂസ് ചെയ്യുന്ന നോർമലി അവർ യൂസ് ചെയ്യുന്ന കളിപ്പാട്ടമല്ല. ഇതിപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പ്രത്യേകം വാങ്ങിയിട്ടുള്ള ഇതാണ്. അതായത് അന്നത്തെ യൂസിന് വേണ്ടി മാത്രമായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അവൾ ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുമ്പോൾ പുതിയൊരു പുതുമ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കുറച്ചധികം നേരം അവരിരുന്ന് കളിച്ചോളും. അപ്പോൾ അങ്ങനെ കുറച്ച് കളിപ്പാട്ടങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവളുടെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തതെന്നാണ്. അതായത് നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് കുറച്ചധികം സ്പേസ് കിട്ടും. അപ്പോൾ ഞാൻ അവളുടെ റോംബറും അതേപോലെ തന്നെ ബാക്കിയുള്ള ഡ്രസ്സ്, നമുക്കറിയാം കുറച്ചധികം ഡ്രസ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ കുറച്ച് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുണ്ടായത്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ ഓരോ ഡ്രസ്സും ഇങ്ങനെയൊക്കെ ഒന്ന് പാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാഗേജ് എന്താണ് കുറച്ചും കൂടിയും സ്പേഷ്യസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ വേണമെങ്കിൽ പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു റോംബറാണ് എങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിക്കുന്നത്. ഇത് പിന്നെ ഒരു അവളുടെ നോർമൽ സ്വെറ്റ് ടീഷർട്ടാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള അവളുടെ ഡ്രസ്സുകൾ, അതേപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ, അവളുടെ ബാഗ്, ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് കിട്ടുമോയെന്ന് അറിയില്ല. ചിലതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ അവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഉണ്ട്. സോ ഞാൻ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്ക്. ഇതുപോലെയുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമല്ലോ. അതേപോലെ തന്നെ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാ ഐറ്റംസും അതിലുണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും വിട്ടു പോവാതെ നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് പാക്ക് ചെയ്യാം കേട്ടോ. ആൻഡ് ഇതാണ് അവളുടെ ബാഗ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്.
അപ്പോൾ ഇതിലാണ് അവൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ 3 റോ അവളുടെ ബോട്ടിൽസ് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെയുണ്ട്. പിന്നെ സൈഡിൽ 2 പോക്കറ്റ്സ് ഉണ്ട്. ഈ പോക്കറ്റ്സിൽ ഒന്നിൽ നമുക്ക് ടിഷ്യൂസ് അതുപോലെ വെറ്റ് വൈപ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കറ്റാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലും ഒരു ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫ്ലാസ്ക് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിൽ കുറച്ചധികം സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, കുറേ അറകളുണ്ട്. അപ്പോൾ ഇതാ ഒരു അറ സിബ് ഉള്ളതാണ്. പിന്നെ അടുത്തത് 2 എണ്ണം, പിന്നെ വേറെ 2 ചെറിയ പോക്കറ്റ്സ്, അങ്ങനെ ഒരു 5 പോക്കറ്റ്സ് ഉണ്ട് ഉള്ളിൽ. പിന്നെ നടുക്ക് കുറേ സ്ഥലമുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ചെറിയ സൈഡിലായിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിങ്ങനെ പുറത്തു നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും അടിയിലുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വ്ളോഗ്സ് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. Thank you for watching.